ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ കൈമാറി ഇന്ത്യയും ചിലിയും. സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ധാരണ. വഖഫ് ഭേദഗതി ബിൽ 2024 ഇന്ന് ലോക്സഭ പരിഗണിക്കും. പിൻവലിച്ച 2000 രൂപ നോട്ടുകളിൽ 98% തിരികെ ലഭിച്ചതായി റിസർവ് ബാങ്ക്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണം, സാംസ്കാരികം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ ഇന്ത്യയും ചിലിയും തമ്മിൽ കൈമാറി. അന്റാർട്ടിക്ക സഹകരണത്തിനായുള്ള ലെറ്റർ ഓഫ് ഇന്റന്റും കൈമാറി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രധാന സുഹൃത്തും പങ്കാളിയുമാണ് ചിലിയെന്ന് ശ്രീ മോദി പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായി നിരവധി മേഖലയിൽ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യത ചിലിയിൽ ഉണ്ടെന്ന് ചിലി പ്രസിഡന്റ് ബോറിക് പറഞ്ഞു. നിക്ഷേപം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ച് ചർച്ച നടത്താനും ധാരണയായി. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. ബിൽ ചർച്ച ചെയ്യുന്നതിന് 8 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബില്ലിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. The Honorable Speaker made an announcement that 8 hours is fixed right now for Waqf Amendment Bill, and if required, we will take the sense of the House and extend the time for discussion. Government is very honestly and keenly looking forward to have a proper discussion on Waqf Amendment Bill. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് BJP എംപിമാർക്കും NDA സഖ്യകക്ഷികളായ JDU, തെലുങ്കുദേശം പാർട്ടി എന്നിവയുടെ അംഗങ്ങൾക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സഭയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസും എംപിമാർക്ക് വിപ്പ് നൽകി. ബിൽ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിന് INDA സഖ്യ നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. ത്രിഭുവൻ സഹകാരി ബിൽ പാർലമെന്റ് പാസാക്കി. ബില്ലിന് ഇന്നലെ രാജ്യസഭ അംഗീകാരം നൽകി. ലോക്സഭ നേരത്തെ തന്നെ ബിൽ പാസാക്കിയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ്സ് ഒബ്ജക്ട്സ് ബിൽ ഇന്നലെ രാജ്യസഭ പാസാക്കി. മൊബൈൽ എക്യുപ്മെന്റുകളുടെ അന്താരാഷ്ട്ര താൽപര്യം സംബന്ധിച്ച സമ്പ്രദായങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം നൽകുന്നതാണ് ബിൽ. തീരദേശ ഷിപ്പിംഗ് ബിൽ ഇന്നലെ ലോക്സഭ പരിഗണിച്ചു. തീരദേശ ഷിപ്പിംഗിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ ഏകീകരണം, ഭേദഗതി, തീരദേശ വ്യാപാരത്തിന്റെ പ്രോത്സാഹനം, ആഭ്യന്തര പങ്കാളിത്തം എന്നിവ ബിൽ ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ സാധ്യതകൾ തുറക്കുന്നതാണ് ബില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. At a time when our logistics sector is looking for low cost, reliable and sustainable alternative to overburdened road and rail networks, this bill offers the maritime sector a much needed push with a dedicated legal framework for coastal trade. അന്താരാഷ്ട്ര വിപണിയിൽ രാസവളത്തിന്റെ വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ വളം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകർക്ക് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്ത് നൽകാൻ തീരുമാനിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. രാജ്യത്തെ പ്രതിരോധ കയറ്റുമതി 2024-25 സാമ്പത്തിക വർഷത്തിൽ 12.04% വളർച്ച കൈവരിച്ച് 23,600 കോടി രൂപയിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 42.85% വളർച്ച രേഖപ്പെടുത്തിയെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പിൻവലിച്ച 2000 രൂപ നോട്ടുകളിൽ 98.21% തിരികെ ലഭിച്ചതായി റിസർവ് ബാങ്ക്. 6,366 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങളുടെ കൈവശമുള്ളതെന്നും കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കി. 2023 മെയ് 19 റിസർവ് ബാങ്ക് 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതായി അറിയിച്ചത്. രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ സാമ്പത്തിക വർഷം 25 ജിഗാവാട്ടാണ് ഉൽപ്പാദിപ്പിച്ചതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗതാഗത മേഖലയെയും വീടുകളെയും കാർബൺ മുക്തമാക്കുന്നതിന് ബയോ CNG നിർബന്ധമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ നേട്ടങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. രാവിലെ 8:45 കൊടിയേറ്റിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഈ മാസം 10 രാത്രി പള്ളിവേട്ടയും 11 ആറാട്ടും നടക്കും. ചിത്ര പൌർണമി ദിവസമായ 12 ആറാട്ട് കലശത്തോടെ ഉത്സവം സമാപിക്കും. പൈങ്കുനി ഉത്രം ഉത്സവം മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. 18 ദിവസം തുടർച്ചയായി ദർശനം നടത്താം. ഇന്ന് രാവിലെ സന്നിധാനത്ത് കൊടിയേറ്റ് നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗോവ ബംഗളൂരുവിനെയും മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. ഈ മാസം 12 ഫൈനൽ. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത തിങ്കളാഴ്ച മുതൽ ഏലൂരിലേക്ക് മറ്റൊരു സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി P രാജീവ്. ഏലൂർ ചേരാനല്ലൂർ റൂട്ടിൽ ഹൈക്കോടതി ജംഗ്ഷനിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് പുതുതായി ലഭിച്ച 19ാമത്തെ ബോട്ട് ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇന്ന് രാവിലെ 8 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. അറ്റകുറ്റപ്പണികൾക്കായി അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനാലാണ് ഇത്. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 80 നിരീക്ഷകർ അടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. ഈ മാസം 6 സമ്മേളനം സമാപിക്കും. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ആരംഭിച്ച ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 1ൽ 1100 അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ 85,000 പേർ രജിസ്റ്റർ ചെയ്തു. ഗുജറാത്തിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നിഗമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. അതിർത്തി കടന്ന് മത്സ്യബന്ധനം നടത്തിയെന്ന് ആരോപിച്ച് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത 13 മത്സ്യത്തൊഴിലാളികൾ ജയിൽ മോചിതരായി. ഇവരെ ഇന്നലെ രാത്രി ചെന്നൈ വിമാനത്താവളത്തിലെത്തിച്ചു. ഫെബ്രുവരി 19, 20 തീയതികളിൽ രാമേശ്വരത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത്. ബലപ്രയോഗത്തിലൂടെ തായ്വാൻ കടലിടുക്കിന്റെ തൽസ്ഥിതി മാറ്റാനുള്ള ഏകപക്ഷീയമായ ശ്രമങ്ങളെ എതിർക്കുമെന്ന് ആവർത്തിച്ച് അമേരിക്ക. തായ്വാനെ ചുറ്റിയുള്ള ചൈനീസ് സൈനിക അഭ്യാസങ്ങളോട് പ്രതികരിക്കവേ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ആണ് ഇക്കാര്യം പറഞ്ഞത്. തായ്വാൻ കടലിടുക്കിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതായും ലീവിറ്റ് പറഞ്ഞു. തായ്വാനെ ചുറ്റി തങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചതായി ചൈന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രതികരണം. മ്യാൻമറിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,700 കവിഞ്ഞു. 4,521 പേർക്ക് പരിക്കേറ്റതായും 441 പേരെ കാണാതായതായും മ്യാൻമറിന്റെ സൈനിക മേധാവി മിങ് ഓൻ ഹൈലിംഗ് അറിയിച്ചു. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യ ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ കൈമാറി ഇന്ത്യയും ചിലിയും. സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ധാരണ. വഖഫ് ഭേദഗതി ബിൽ 2024 ഇന്ന് ലോക്സഭ പരിഗണിക്കും. പിൻവലിച്ച 2,000 രൂപ നോട്ടുകളിൽ 98% തിരികെ ലഭിച്ചതായി റിസർവ് ബാങ്ക്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.